എല്ലാവർക്കും വീണ്ടും ഇൻവെർട്ടർ സർവീസിംഗ് ആൻഡ് റിപ്പയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മോസ്ഫെറ്റ് ഡ്രൈവിംഗ് സെക്ഷൻ ആണ്. അപ്പോൾ ആ ഡ്രൈവിംഗ് സെക്ഷൻ നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതാണ് മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്യുന്ന രണ്ട് ഐസികൾ, ഡ്രൈവ് എ, ഡ്രൈവ് ബി. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ ഒരു ബോർഡിൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചത്. അപ്പോൾ ഇത്രയും സെക്ഷൻ നമ്മൾ ബോർഡിൽ PCBയിൽ അസംബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ക്ലാസ് മോസ്ഫെറ്റ് ഇട്ടിട്ട് ഇത് ചെക്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൽ ഹീറ്റ് സിങ്ക് 3 ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മോസ്ഫെറ്റ് 3, 3, 6, അതേപോലെ പിന്നെ 3, 3, 6. അപ്പോൾ 6 12 മോസ്ഫെറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് IC ഇരിക്കുന്നത്, FAN 7392. അപ്പോൾ ഈ രണ്ട് IC വെച്ചിട്ടാണ് ഈ 4 ചാനലുകൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ 2 ചാനലിൽ 3 മോസ്ഫെറ്റും 3 മോസ്ഫെറ്റും, ചാനൽ എ, ചാനൽ ബി, അതേപോലെ ചാനൽ സി, ചാനൽ ഇ. ഇപ്പോൾ 1, 2, 3, 4 ഇതിൽ നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ഇതിന്റെ പൾസ് ആണ് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് പൾസ് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പൾസ് നോക്കുന്നത് ഈ 2 ചാനലിലുള്ള മോസ്ഫെറ്റിലാണ് പൾസ് നോക്കുന്നത്. അപ്പോൾ 3 മോസ്ഫെറ്റ് ഇട്ടുണ്ടെങ്കിലും ഒരു മോസ്ഫെറ്റിന്റെ സെയിം തന്നെയാണ് ഈ 3 മോസ്ഫെറ്റും വന്നിരിക്കുന്നത്. അതായത് മോസ്ഫെറ്റ് എല്ലാം പാരലൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ആംബിയർ വർദ്ധിക്കുന്നു. ഒരു മോസ്ഫെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫംഗ്ഷൻ ചെയ്യാം, പക്ഷേ ലോഡ് കൊടുക്കുമ്പോൾ ഇതിന്റെ ആംബിയർ കുറയുന്നത് കൊണ്ട് മോസ്ഫെറ്റ് ബേൺ ചെയ്യാം. അതുകൊണ്ടാണ് മോസ്ഫെറ്റ് നമ്പർ കൂട്ടുന്നത്. നമ്പർ കൂട്ടുമ്പോൾ മോസ്ഫെറ്റ് ഷെയർ ചെയ്യും, ഇതിന്റെ ചൂട് കുറയുകയും ചെയ്യും. അപ്പോൾ ചാനൽ 1, ചാനൽ 2 ഇതിലേക്കുള്ള പൾസ് ആണ് നോക്കുന്നത്. പൾസ് നോക്കുന്നതിനായിട്ട് മൾട്ടിമീറ്റർ DC പോയിന്റിൽ ഇടുക. മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ബാറ്ററി നെഗറ്റീവിൽ കൊടുക്കുക. അതേപോലെ തന്നെ ബോർഡിലോട്ടുള്ള പ്ലസ് ലൈൻ 12 വോൾട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ്. ഇനി ഈ ബോർഡിന്റെ ഇൻവെർട്ടർ പോയിന്റിലോട്ട് ഒരു ഇൻവെർട്ടർ ഓൺ ഓഫ് സ്വിച്ച് ഘടിപ്പിക്കുക. ഇപ്പോൾ പൾസ് നോക്കുന്നതിന് നമുക്ക് ഈ ബോർഡ് മാത്രം ജസ്റ്റ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ബോർഡ് ഓക്കെ ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാം. 2 രീതിയിൽ ബോർഡ് ഓക്കെ ആണോ എന്നുള്ളത് നോക്കാം. ഒരു ബൾബ് വെച്ച് ടെസ്റ്റ് ചെയ്യാം, അതേപോലെ പൾസ് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഇതിന്റെ പൾസ് ആണ് ശരിക്കും നോക്കേണ്ടത്. ബൾബ് വെച്ച് നോക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ DC പോയിന്റിൽ മീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ബാറ്ററി നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ സെക്ഷനിലുള്ള മോസ്ഫെറ്റിന്റെ സോഴ്സിലാണ് നമ്മൾ പ്രോബ് കണക്ട് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രോബിന്റെ അറ്റത്ത് ഞാനൊരു എക്സ്ട്രാ കവറിങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ് ഇരിക്കുന്നത്. ഇങ്ങനെ പ്രോബ് ഇരുന്ന് നമ്മൾ ഈ മോസ്ഫെറ്റിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഈ ലൈൻ ഷോർട്ടായി കഴിഞ്ഞാൽ മോസ്ഫെറ്റ് എല്ലാം ബേണായി പോകും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു കവറിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ടിപ്പ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. അതുകൊണ്ട് ഷോർട്ട് ആകാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കിനി ഇതിന്റെ പൾസ് നോക്കാം. ആദ്യത്തെ ചാനലിന്റെ മോസ്ഫെറ്റിന്റെ ഗേറ്റിലുള്ള പൾസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മോസ്ഫെറ്റിന്റെ ഗേറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ 5 വോൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം നേരം പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോ ഫീഡ്ബാക്ക് കാണിക്കും, കാരണം ട്രാൻസ്ഫോമറിന്റെ ഔട്ട് ഇതിലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിന്റെ പൾസ് ഓക്കെയാണ്. അടുത്ത മോസ്ഫെറ്റും സെയിം തന്നെ ആയിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ആക്ഷൻ എറർ കാണിക്കും. ഇപ്പോൾ ഇവിടെ 5 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. തൊട്ടടുത്തയിലോട്ടുള്ള മോസ്ഫെറ്റിന്റെ ഗേറ്റിലോട്ടും സപ്ലൈ കൊടുക്കുമ്പോൾ 5 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള പൾസ് ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ചാനലിലോട്ടുള്ള ഗേറ്റിൽ നമ്മൾ ഇത് മൾട്ടിമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും 5 വോൾട്ട് വന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത മോസ്ഫെറ്റിലായിട്ട് നോക്കാം, 5 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മോസ്ഫെറ്റിന്റെയും കൂടി നോക്കാം, 5 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന 6 മോസ്ഫെറ്റും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മോസ്ഫെറ്റിന്റെ പൾസ് നോക്കുന്നത്. ഇപ്പോൾ ഈ 2 ചാനൽ 1, 2 ഇതിൽ 5 വോൾട്ടാണ് കാണിക്കേണ്ടത്. ഇനി പോസിറ്റീവ് സൈഡ് വരുന്ന ഭാഗത്ത് 6 മോസ്ഫെറ്റിൽ അപ്രോക്സിമേറ്റ് 6 വോൾട്ടാണ് കാണിക്കേണ്ടത്. നമുക്കിനി ഈ ബോർഡിന്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് വലിയ ഹീറ്റ് സിങ്കിലെ ഈ 6 മോസ്ഫെറ്റിന്റെ പൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പൾസ് നോക്കുന്നത് നമ്മൾ മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവിലോട്ട് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് സപ്ലൈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്ററിന്റെ റെഡ് പ്രോബ് മോസ്ഫെറ്റിന്റെ സോഴ്സിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ചെറിയ മോസ്ഫെറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗേറ്റിലാണ്. ഇവിടെ പൾസ് നോക്കുന്നത് ഇതിന്റെ സോഴ്സിലാണ്. അപ്പോൾ സോഴ്സിലെ അപ്രോക്സിമേറ്റ് ഒരു 6 വോൾട്ട് വരണം. നമ്മൾ ഇവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻവെർട്ടറിന്റെ സ്വിച്ച്
കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സോഴ്സിൽ മൾട്ടിമീറ്ററിന്റെ റെഡ് പ്രോബ് വെച്ചിട്ടുണ്ട്. മില്ലി വോൾട്ട് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 6 വോൾട്ട് വന്നിട്ടുണ്ട്. അടുത്തതിലും നോക്കാം. ഇതിലും 6 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതിൽ പൾസ് നോക്കാം. ഇവിടെയും 6 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് പോകാം. ഇവിടെയും 6 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മോസ്ഫെറ്റിലോട്ട് ഇതിലും 6 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മോസ്ഫെറ്റ് ആണിത്. ഇവിടെയും 6 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 12 മോസ്ഫെറ്റിന്റെയും പൾസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൾസ് വന്നിട്ടുണ്ട്. പൾസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഓക്കെ ആണെന്ന് അർത്ഥം. അതായത് റെഡി ടു വർക്കായിട്ട് നിൽക്കുകയാണ് പൾസ് വരുമ്പോൾ. ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു ബൾബ് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പൾസ് നോക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഇത് മറ്റൊരു രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു 12 വോൾട്ട് ബൾബ് വെച്ചിട്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യാം. 12 വോൾട്ട് ബൾബ് 2 ചെറിയ മോസ്ഫെറ്റിന്റെ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്ന ലീഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻവെർട്ടർ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നു. ഇവിടെ ബൾബ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ബൾബ് തെളിഞ്ഞു വന്നപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമർ വെച്ച് ചെക്ക് ചെയ്യാവുന്ന റെഡി ടു വർക്ക് എന്ന കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലൊരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രെയിനിലോട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഡ്രെയിനിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈമറി നമ്മൾ ബോർഡിലോട്ട് ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ഒരു 100 വാട്ടിന്റെ ബൾബിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ആയ 220 വോൾട്ട് വരുന്ന ഭാഗം നമ്മൾ ഈ ബോർഡിലോട്ട് കൊടുത്തിട്ടില്ല. കാരണം സെൻസ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മളിവിടെ കൊടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഇത് ഓൺ ആയി കഴിയുമ്പോൾ തന്നെ LCDയിൽ നോ ഫീഡ്ബാക്ക് വരും. കാരണം ഇതിന്റെ ഫീഡ്ബാക്ക് വോൾട്ട് ഇവിടെ കൊടുക്കാത്തത് കൊണ്ടും AC മെയിൻസ് സെൻസ് ചെയ്യാത്ത സെക്ഷൻ നമ്മളിവിടെ ചെയ്യാത്തത് കൊണ്ടുമാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാം സെക്ഷനും മോസ്ഫെറ്റ് സെക്ഷനും എല്ലാം ഓക്കെ ആക്കി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഓഫായി പോകുന്നത്. നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇൻവെർട്ടർ സ്വിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ബൾബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നോ ഫീഡ്ബാക്ക് വന്ന് ലാസ്റ്റ് ഇത് ഓഫ് ആവുന്നതാണ്. ഇത് നമ്മൾ എപ്പോൾ ഓൺ ചെയ്യുന്നു അപ്പോൾ തന്നെ ഇത് ബൾബ് ജസ്റ്റ് തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കിവിടെ സിസ്റ്റം റെഡി ആണെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അസംബിൾ ചെയ്ത ഈ ഒരു ബോർഡ് ഓക്കെ ആയി ഓൺ ആയി വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത് അസംബിൾ ചെയ്യാത്ത ഇത്രയും ഭാഗവും കൂടി നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. അതായത് AC മെയിൻ സോൾട്ട് സെൻസ് ചെയ്യുന്ന ഭാഗവും HT സെക്ഷൻ, അതേപോലെ കോമൺ ന്യൂട്രൽ, TR ന്യൂട്രൽ, ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ, ഇവിടെ കൺട്രോൾ ചെയ്യുന്ന 220K 2 വാട്ട് റെസിസ്റ്റർ, അതേപോലെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടി 650K 12 റെസിസ്റ്റർ, ഇവിടെ വരുന്ന LM324 IC. പിന്നെ നമ്മൾ ഇത്രയും കൂടി കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ചാർജിങ് സെക്ഷൻ, AC മെയിൻ സെക്ഷൻ, കാലിബ്രേഷൻ ഇതെല്ലാം നോക്കുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.